Watch full episodes on Jio Hotstar. ബ്രദേഴ്സ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ചിപ്പിന്റെ വാല്യൂ എന്താണെന്നുള്ളത്. ഇത് ഈ ലോകത്തിലുള്ള ആകെ ഒരേ ഒരു ചിപ്പാ. ഇപ്പോൾ ഇതിന്റെ വാല്യൂ എന്താണെന്ന് സ്റ്റാർട്ട് ആവാൻ പോവാ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? ആരാണോ ഈ ചിപ്പിന്റെ യഥാർത്ഥ വാല്യൂ നൽകുന്നത് അവർക്ക് ഈ ചിപ്പ് സ്വന്തമാക്കാം. എന്നാ നമുക്ക് തുടങ്ങാം അല്ലേ? സോറി, അത് ഇതെന്റെ പാർട്ട്ണറാണ് വിളിക്കുന്നേ. എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ആള് ഭയങ്കര ടെൻഷനിലായിരിക്കും. മിസ്റ്റർ ഹിതൻ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? മനസ്സിലായോ? നമ്മൾ ഈ ചിപ്പ് ഉണ്ടാക്കിയതേ ആർമിക്കാർക്ക് വേണ്ടിട്ടാണ്. പക്ഷെ നിങ്ങൾ അത് മോഷ്ടിച്ചെടുത്തു. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ നിങ്ങൾ നശിപ്പിക്കരുത്. ആ ചിപ്പ് തെറ്റായ ആൾക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തെ തന്നെ അവർ നശിപ്പിക്കും. മനസ്സിലായോ? മിസ്റ്റർ, എന്റെ പാർട്ട്ണർ KN, ഞാൻ ഈ ചിപ്പിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ല ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഞാൻ ചെയ്യുന്നത് അതാ. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ എന്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യട്ടെ. അപ്പൊ ഞാൻ ബിസിയാണ്. നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ ബൈ. അങ്ങനെ ചെയ്യല്ല മിസ്റ്റർ ഹിതൻ. ഞാൻ ആർമിക്കാരോട് എന്ത് സമാധാനം പറയും? ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ലേലം തുടങ്ങാം അല്ലേ? 10,000 കോടി, 20,000 കോടി, 30,000 കോടി, 30,000 കോടി. ലോകത്തിലുള്ള മുഴുവൻ പണവും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഈ ചിപ്പിന് നിങ്ങൾ കൊടുക്കുന്നത് വെറും 30,000 കോടിയോ? നിങ്ങൾ ഈ ചിപ്പിന്റെ വില കളയല്ലേ? എനിക്ക് ലജ്ജ തോന്നുന്നു. ഇവിടെ ആരാണോ കൂടുതൽ തുക തരുന്നത് അവർക്ക് 10,000 കോടി ഡോളർ കൂടുതൽ നൽകുന്നതായിരിക്കും. ഇവിടെ ആരാണോ കൂടുതൽ തുക തരുന്നത് അവർക്ക് 10,000 കോടി ഡോളർ കൂടുതൽ നൽകുന്നതായിരിക്കും. പറഞ്ഞത് കേട്ടല്ലോ? ഇന്നു മുതൽ ആ ചിപ്പ് ക്രോധി ജാലയുടേത്. ഹലോ ഹലോ ഹലോ, നിങ്ങൾ ആരായ എനിക്കെന്താ? നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ. ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവസാനമായിട്ട് എന്ത് വിലയാ പറഞ്ഞതെന്ന്. ആ വിലയിൽ നിന്നും 10% അധികമാണ് പറയേണ്ടത്. അപ്പോ ഇവിടെ പറഞ്ഞ വില എന്താന്ന് പറഞ്ഞു തരട്ടെ. നിക്ക് എല്ലാരും കേട്ടോളൂ, നല്ലോണം കേട്ടോളൂ. ആർക്കും ഇത് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. ഞങ്ങളാണ് കൊണ്ടുപോകുന്നത്. ശരിയാണ്. മാത്രമല്ല, ഈ ചിപ്പ് നിങ്ങൾക്ക് ആർക്കും കിട്ടാൻ പറ്റില്ല. കാരണം ഇതിന്റെ അവകാശം ഇന്ത്യൻ ആർമിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ആരാണ്? നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു പെട്ടു? ഇവർക്ക് നമ്മൾ ആരെന്നറിയില്ലത്രേ. ഓക്കെ, നോ പ്രോബ്ലം. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യാം. ഞാനാണ് ബട്ടു, ദ ഗ്രേറ്റ് ഡിറ്റക്റ്റീവ്. ഇതാണ് ഗട്ടു, എന്റെ സുഹൃത്ത്. The great Kung Fu Master. പിന്നെ ഞങ്ങളുടെയാണ് ഗട്ടു ബട്ടു സെക്യൂരിറ്റി ഏജൻസി. ഇപ്പോൾ നിങ്ങളുടെ സെക്യൂരിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ എന്താ, ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തന്നെയാ വന്നത്. പക്ഷെ ഈ ചിപ്പും കൊണ്ടേ പോകൂ. കാരണം എന്താണെന്നറിയാവോ? ഈ ചിപ്പിന്റെ സെക്യൂരിറ്റി എടുത്തിരിക്കുന്നതേ ഞങ്ങളാണ്. ഓ, നിങ്ങൾ രണ്ടുപേരും ഇവിടെയും എത്തിയോ? എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നേ? ബിസിനസിന്റെ ടൈമിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്നറിയില്ലേ? ചിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. പക്ഷെ അത് ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകാനാ? ഇവിടം വരെ വരാൻ അറിയാമെങ്കിൽ എടുത്തോണ്ട് പോകാനും ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. I like your confidence. തട്ടിപ്പറിച്ചു കൊണ്ടുപോകും അല്ലേ? ക്രോധി ജാലിയുടെ ക്രോധത്തിന് മുമ്പിൽ ജ്വാലാമുഖി പോലും ഭസ്മമായി പോകും. നിങ്ങളൊക്കെ നിസ്സാരന്മാർ. മുട്ടി നോക്ക്, വാ മുട്ടി നോക്ക്. ടാങ്കോ, സുലു, ഹലോ പറയേ അവരോട്. ഈ ടാങ്കും സോലും നമ്മൾ ഒരു വഴിയാക്കാതെ വിടില്ലെന്ന് തോന്നുന്നത് കേട്ടു. എനിക്ക് പേടിയാവുന്നടാ. ഇനി നമ്മൾ എന്താ ചെയ്യാ? അലകി. ഞാൻ ഇവിടെ നിന്നും ചിപ്പും കൊണ്ടുപോവുകയാണ് ഹിതേൻ.
ഈ ഗട്ടു ബട്ടു എന്ന ശല്യം ഇനി നിന്റെ ഉത്തരവാദിത്തമാണ്. എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്തോ. ഞാൻ പോകുക. ദേ ഒന്ന് നിന്ന് നിങ്ങൾ ഈ ചെയ്യുന്നത് തെണ്ടിത്തരാണ് കേട്ടോ. ബിസിനസ് ഡീലൊക്കെ സത്യസന്ധമായിട്ട് വേണം ചെയ്യാൻ. അറിയില്ലേ നിങ്ങൾക്കത്? ആ ചിപ്പിനുള്ള യഥാർത്ഥ വാല്യൂ തന്നിട്ട് പോവൂ. ജീവിതത്തിൽ സ്വന്തം ശ്വാസത്തെക്കാൾ ഉപരിയായി വലിയ വിലയുള്ളതൊന്നുമില്ല. നിനക്ക് ഞാൻ ഇതാ ശ്വാസങ്ങളെല്ലാം അനുവദിച്ചു തന്നിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കെ. നിനക്ക് ഇത് തന്നെ വളരെ അധികമാ. ടാങ്കോ സുലു ഐഡിയ. ബൈൽവാൻ സാറേ, ഈ ബട്ടുവിന് താങ്കളോട് ഒരു താങ്ക് യു പറയാനുണ്ട്. താങ്ക് യു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ലിഫ്റ്റ് വിട്ടേച്ച് പോകുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ താഴേക്ക് പോവുക? ബട്ടു അതൊന്നും സാരമില്ല. ഇപ്പൊ താങ്ക് യു പറയാനുള്ള സമയമല്ല ഇത്. എനിക്ക് നിന്റെ ഈ താങ്ക്സ് പറയാനുള്ള രീതി ഇഷ്ടപ്പെട്ടു. ഇനി നീ ഞങ്ങളുടെ സ്റ്റൈൽ നോക്കിക്കോ. പോകൂ. എന്നിട്ട് ആ സൈഡ് ലിഫ്റ്റ് പൊട്ടിച്ചു മാറ്റ. താങ്ക് യുന് പകരമായിട്ട് ഫൈറ്റോ? ബട്ടുന് ഡീൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട സ്റ്റൈൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇതൊക്കെ എന്തൊരു സ്റ്റൈലാണ്. എത്ര മോശപ്പെട്ട സ്റ്റൈൽ എന്നറിയോ? അതുകൊണ്ട് താൻ തന്നെ ഒരു ബോറിനായിട്ട് മാറിയിരിക്കാണ്. ഓ ചുഴലിക്കാറ്റ്. ഓ വലിയ ചുഴലിക്കാറ്റാണല്ലോ. ചമ്പക് സിംഗ്, വണ്ടി തിരിക്കൂ. ഈ ചുഴലിക്കാറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. ഓടിക്കോ. ഓ വേണ്ട. വേണ്ട, എന്നെ ഇവിടെ വിട്ടേച്ച് പോവരുത്. എന്നെ ഇവിടുന്ന് ഇറക്കി തരൂ. മന്മാനി, നീ ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നീ പോലീസ് ഡ്യൂട്ടി എപ്പോഴാ ചെയ്യുക? ചമ്പക് സിംഗ് ചായ തരൂ. അയാൾ എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ ഡെസേർട്ടിൽ നമ്മൾ എവിടെ പോയി തപ്പാനാ? എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു ബട്ടു. എന്തെങ്കിലും ചെയ്യണം. കണ്ടുപിടിച്ചു. ക്രോധി ജ്വാല ഇരിക്കുന്ന സ്ഥലം ഞാൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. നോക്ക്, നിന്റെ തൊണ്ട ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ബട്ടുവിടെ തൊണ്ട ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പൊ ക്രോധി ജ്വാലയ്ക്കും എങ്ങനെ ഉണ്ടായിരിക്കും? അവന്റെ തൊണ്ടയും നല്ലോണം ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവൻ തീർച്ചയായിട്ടും വെള്ളം കുടിക്കാൻ ഏതെങ്കിലും ഗ്രാമത്തിലേക്ക് പോയി കാണും. നമ്മൾ അടുത്തുള്ള എല്ലാ ഗ്രാമത്തിലും പോവാം. അവിടെ വെള്ളമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്രോധി ജ്വാല അവിടെ തന്നെ ഉണ്ടായിരിക്കണം. വാ, നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു ഓയിൽ മില്ലുണ്ട്. തീർച്ചയായിട്ടും അവൻ അവിടെ ഉണ്ടായിരിക്കണം. വാവ് ബട്ടു, സമ്മതിച്ചു തന്നു. നിനക്ക് ഭയങ്കര ബുദ്ധി തന്നെയാണെന്ന്. ബട്ടു, ഈ മാപ്പിൽ കാണിക്കുന്നത് നോർത്തിലേക്ക് പോണെന്നല്ലേ? അതെ കട്ടു, അതെ. നീ നോക്ക്, ഈ സൂര്യനുണ്ടല്ലോ, സൂര്യൻ, അതാണ് നമുക്ക് വഴി പറഞ്ഞുതരാൻ പോകുന്നത്. വാ. പക്ഷെ സൂര്യൻ എങ്ങനെയാ നമുക്ക് പറഞ്ഞു തരുന്നത് ബട്ടു? നീ എന്താ ഈ കാണിക്കുന്ന ബട്ടു? കട്ടു, അങ്ങനെയല്ല. നീ ഇവിടേക്ക് നന്നായിട്ട് നോക്ക്. ഈ കമ്പിന്റെ ഷാഡോ എവിടെയാണ് കാണിക്കുന്നത് നോക്ക്. ഇപ്പൊ സമയം എന്താണെന്ന് വെച്ചാൽ 12:20. അങ്ങനെയാണെങ്കിൽ സണ്ണ് വെസ്റ്റ് സൈഡിലായിരിക്കണം ഉണ്ടാവുക. പിന്നെ ഈ സ്റ്റിക്കിന്റെ ഷാഡോ ഈസ്റ്റ് സൈഡിലാണ് കാണിക്കുന്നത്. പിന്നെ വെസ്റ്റ് ഉണ്ടല്ലോ, വെസ്റ്റ് അത് നമ്മുടെ മുമ്പിലാണുള്ളത്. പിന്നെ ഈസ്റ്റ് അത് നമ്മുടെ പുറകിലും. അപ്പൊ നോർത്ത് ഏത് സൈഡിലുള്ളത് പറ? ഏത് സൈഡിലെ പറ? ബട്ടുയുടെ സുഹൃത്തായ കട്ടു, പെട്ടെന്ന് പറ. നമ്മുടെ റൈറ്റില്. വാവ് ബട്ടു, നീ ശരിക്കും ജീനിയസ് ആണ്. ശരി, ഇത് പിടിക്ക്. നമുക്കിപ്പോൾ നോർത്തിലേക്ക് പോകാനുള്ള സമയമായി ബട്ടു. കമോൺ. അവസാനം കട്ടുവും പട്ടുവും തകർന്നുപോയി. ഈ ചിപ്പും എന്നേക്കുമായി നമ്മുടേതായി. ഇനി ലോകത്തിലുള്ള എല്ലാ ബാങ്കുകളും നമ്മൾ കൊള്ളയടിക്കും. ആരാ ചെയ്തതെന്ന് ആർക്കും അറിയുകയുമില്ല. ആർക്കും നമ്മളെ കണ്ടുപിടിക്കാനും കഴിയില്ല. ഞങ്ങൾ എത്തിപ്പോയി ക്രോധി ജ്വാല ചേട്ടാ.
ഹായ് ക്രോധി ജ്വാല. ഗട്ടു ബട്ടുയുടെ ഡിക്ഷണറിയിൽ തോൽവി എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല. മനസ്സിലാക്കിക്കോളൂ. എപ്പോഴും നല്ലതിനും ചീത്തയ്ക്കും ഇടയിൽ ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും നല്ലത് മാത്രമായിരിക്കും ജയിക്കുക. അത് താൻ മനസ്സിലാക്കിക്കോളൂ. ക്രോധി ജ്വാലയുടെ ക്രോധാഗ്നിയിൽ ജ്വാലാമുഖിയും ഭസ്മമാകും. അങ്ങനെ ഇരിക്കുമ്പോ നീയൊക്കെ എന്താണ്? പിടിക്കേണ്ടിനെയും പുറത്തു പോകാൻ അനുവദിക്കരുത്. ഓ ഗട്ടു ബട്ടുയുടെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ enemies എല്ലാം ഒന്നുമല്ല. അവര് പോയിന്ന തോന്നുന്ന. ബട്ടു എങ്ങനെയാണ് മേലേക്ക് വന്നത്? ഇല്ല ഇല്ല ഇല്ല, ആരും ഇവിടുന്ന് ചിപ്പ് കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇനി നിങ്ങൾ എല്ലാവരും ഈ കുഴിയിലേക്ക് കയറിയിരുന്നു. നിങ്ങളെ ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. മനസ്സിലായോ? അല്ല അല്ല, നിങ്ങൾ ഇത് എന്താണ് കാണിക്കുന്നത്? നിങ്ങൾ CID ആണെന്നല്ലേ പറഞ്ഞത്? CID? ഞാനൊരു CID ഒന്നും അല്ല. ഞാൻ ക്രോധി ജ്വാലയുടെ ആളാണ്. ഇയാള് നമ്മളുടെ ശത്രുവാണല്ലോ. എനിക്ക് ആദ്യമേ തന്നെ നിങ്ങൾ രണ്ടുപേരിലും സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും നിരീക്ഷിക്കുന്നതിനായി മൻമാനിയുടെ കൂടെ തന്നെ ഇരിക്കാൻ എന്നെ ഏൽപ്പിച്ചത്. ഇൻസ്പെക്ടർ മൻമാനിക്കും എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നെ പൂർണ്ണമായും വിശ്വസിച്ചു. ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാനേ പറ്റിയില്ല. പറ്റിച്ചെന്നോ? എന്നെ പറ്റിച്ചെന്നോ? ഈ മന്മാനെ പറ്റിച്ചോ? നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആണെങ്കി പോവരുത്. ലൂസ് ഇൻസ്പെക്ടർ, ശരീരം വലുതും ബുദ്ധി ചെറുതും. നിങ്ങൾ ആരും തന്നെ ഒന്നിനും കൊള്ളാത്തവരാണ്. വായ അടച്ചു പിടിച്ച് എന്നെ പിന്തുടർന്നോളൂ. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ വെടിയുണ്ട ഉതിർക്കും ഞാൻ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഈ തണുതണുത്ത വെള്ളത്തിൽ ജലസമാധിയാകാൻ പോവുകയാ. ബട്ടുയുടെ ലൈഫ് ലോങ് ടിങ് ടോങ്, ഇന്ന് നീ ഞങ്ങളുടെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നീ എങ്ങനെ അകത്തേക്ക് വന്നു? എന്റെ സബ്ജി, എനിക്ക് യാതൊരു പിടിയില്ല. ഞാൻ എപ്പോഴകത്തേക്ക് പോയെന്ന്. എന്തായാലും നന്നായി അങ്ങനെ സംഭവിച്ചത്. നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത് കാരണമാണ് ഇന്ന് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നേ. കം ഓൺ ഗൈസ്, നമുക്കും കൂടി നോക്കാം സാറേ. ഇപ്പൊ നമ്മുടെ ഡെസ്റ്റിനി ഈ മിസ്റ്റീരിയസ് മൗണ്ടൻ. ഈ മാപ്പിൽ കാണുന്നത് പോലെ നോക്കുകയാണെങ്കിൽ ആ മൗണ്ടൻ ഇത് അവിടെ ആയിരിക്കണം. അവിടെ വേഗം പോകാം. സാറേ, ഞാനും വരുന്നു സാറേ. കുറച്ചു ദൂരം കൂടി ഉള്ളൂ. നമ്മളെങ്ങനെ എത്തിപ്പെട്ടു സാറേ? മലക്ക് കളഞ്ഞു എന്റെ സാറേ. വാവ്, എന്ത് രസമാ ഇവിടുന്ന് കാണാൻ. അൺബിലീവബിൾ. പക്ഷെ ക്രോധി ജ്വാല ഇവിടെ എവിടെ കാണുന്നേ? ഗട്ടു, ബട്ടുയുടെ ഈ ഡിറ്റക്റ്റീവ് സെൻസ് പറയുന്നു ഈ മിസ്റ്റീരിയസ് മൗണ്ടനിലാണ് നമ്മുടെ കേസിന്റെ മിസ്റ്ററി സോൾവ് ആകാൻ പോകുന്നത്. ഈ ക്രോധി,
അവൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവണം, ഇവിടെ തന്നെ. പക്ഷെ ഒരേ ഒരു പ്രാവശ്യം ബട്ടൂൺ ഈ ക്ലൗഡിന്റെ അകത്ത് എന്താണെന്ന് അറിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും. പക്ഷെ ബട്ടൂൺ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓ ബട്ടു, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, നമ്മുടെ പ്രൊഫസറിന്റെ ഇൻവെൻഷൻ നീ മറന്നു പോയോ അളിയാ? പുള്ളിക്കാരൻ നമുക്ക് തന്ന ആ സ്പെഷ്യൽ സംഭവം ഇല്ലേ, അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ദാ കണ്ടില്ലേ, ഇത് പിടിക്ക്, ഇതങ്ങ് ധരിച്ചു നോക്ക്. യെസ്, ഇപ്പൊ സെറ്റ് ആയെന്നേ. മൻമാണി സാർ, ടിങ് ടോങ്, ചമ്മത് സിംഗ്, നിങ്ങൾ 3 പേര് ഇവിടെ തന്നെ നിൽക്കണം. കാരണം ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഈ ഗാഡ്ജറ്റ് ഉള്ളൂ. ഞങ്ങൾ താഴെ പോവാം, നിങ്ങൾക്ക് വരാൻ പറ്റില്ല. ഓക്കെ അല്ലേ? മനസ്സിലായോ? 100% സമ്മതം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും. അത് വിലക്കി. ഓക്കെ, എന്തൊരു ഭംഗിയല്ലേ? ശരി, റെഡി ആയില്ലേ ബട്ടു? യെസ്, റെഡി ആണല്ലോ ബട്ടു? റെഡി. യെസ്. എത്തിപ്പോയി. ഇനി നമുക്ക് അകത്ത് പോയി നോക്കണം എന്താണ് സംഭവിക്കുന്നതെന്ന്. സാരമില്ല ബട്ടു, ഞാൻ നോക്കിക്കോളാം. എഴുന്നേക്ക് ബട്ടു. Follow me, Batu. ബട്ടു, അവിടെ ഒരാളെ കണ്ടില്ലേ? ഗട്ടു ബട്ടു, ഓ താങ്ക് യു ഫോർ കമ്മിങ്. ഐ എം പ്രൗഡ് ഓഫ് യു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് എത്തിപ്പെട്ടല്ലോ. സാറേ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അത് ചോദിക്കരുത് ഗട്ടുപട്ടു. ഇവന്മാരെന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ചിപ്പിന്റെ പ്രോഗ്രാം അവർ എന്നോട് തന്നെ ചെയ്യാൻ പറയാണ്. നന്നായി നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. ഓക്കെ സാർ. സാർ ഇതുവഴി പോയാൽ മതി. അങ്ങോട്ട് പോയാൽ മെയിൻ ഗേറ്റ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾ ചിപ്പ് എടുത്തോണ്ട് അങ്ങോട്ട് വരാം. ഓക്കെ ഗട്ടുപട്ടു. ഗട്ടു, ഇവിടെ കള്ളന്മാരുടെ ഫുള്ള് ഗ്യാങ് തന്നെ ഉണ്ടല്ലോടാ. എന്ന് വെച്ചാൽ ഹിതേനും ഷേർ സിംഗും രണ്ടുപേരും ക്രോധി ജ്വാലയുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചിപ്പ് എടുത്തോണ്ട് പോകുന്ന പോലെ ഡ്രാമ കളിച്ചതാണ്. വരൂ വരൂ ഗട്ടുപട്ടു, സ്വാഗതം. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കും വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന്. അപ്പോ ആദ്യത്തെ പേര് എന്താ ബോസ്? ഗട്ടുപട്ടു, നിങ്ങൾ രണ്ടുപേരും ഇന്റലിജന്റ് മാത്രമല്ല, വളരെ അഹംഭാവികളുമാ. എടോ ക്രോധി ജ്വാലേ, ആ ചിപ്പ് ഞങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പൊക്കോളാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആ ചിപ്പിനെ കുറ്റി മറക്കുന്നതാ നല്ലത്. അത് എനിക്ക് മാത്രം സ്വന്തമാ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? എനിക്ക് മാത്രം സ്വന്തം, എനിക്ക് മാത്രം. ഏതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരാം. നിങ്ങൾക്ക് പണം എത്ര വേണമെങ്കിലും ചോദിക്കാം. അതിനുശേഷം അത് വാങ്ങിയിട്ട് മിണ്ടാതെ വയ്ക്കോണം. സെക്കൻഡ് ഓപ്ഷൻ, ഞങ്ങളുടെ കൂടെ ചേരാം. ഓക്കെ ആണോ? ഈ പണത്തെ എടുത്തോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേർന്നുകൊള്ളൂ. ക്രോധി ജ്വാല, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല. തെറ്റായ ആൾക്കാരുടെ കൂടെ ഒരിക്കലും കൂടാറില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ ഇപ്പോൾ എന്റെ കയ്യിലായിട്ടും നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരമോ? നാലുപാടും എന്റെ ആൾക്കാർ തന്നെയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ?
നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാനാവില്ല, മനസ്സിലായോ? ഗട്ടു! ഒരു മിനിറ്റ്. നീ എന്താണോ കാണുന്നത് അത് സത്യമല്ല. നീ കാണുന്നതെല്ലാം സത്യമേ അല്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലായോ നിനക്ക്? നീ എന്താണ് പറഞ്ഞു വരുന്നത് ബട്ടു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ്. ക്രോധിജ്വാല സാർ, സാറിന്റെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ഒന്ന് എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഇതാണ് നിങ്ങളുടെ അവസാന ആഗ്രഹമെങ്കിൽ ആയിക്കോളൂ. മുകളിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നീ ആ കമ്പ്യൂട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുക? ക്രോധി സാറേ, ചിപ്പ് മോഷണം പോലെ തൊട്ട് ബട്ടുയുടെ ടീഷർട്ടിലെ ബട്ടണിൽ ഒരു ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വരൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാം റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് എന്റെ കൂടെ തന്നെ വരൂ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്തായി പറയുന്നത്? മനസ്സിലായോ? അദ്ദേഹം എന്റെ പാർട്ണർ ഹിതൻ റാവലാണ്. അദ്ദേഹമാണ് ഡയമണ്ട് റിങ്സ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എങ്ങനെ മോഷ്ടിക്കാൻ കഴിയും? അദ്ദേഹമാണ് പ്രോജക്റ്റിന് വേണ്ടി ഫൈനാൻസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അത് മോഷ്ടിക്കാൻ പാടില്ല. ഹിതേൻ നിങ്ങൾ എന്തായി ചെയ്യുന്നത്? മനസ്സിലായോ? നമ്മൾ ആ ചിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ആർമിക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ മോഷ്ടിക്കാൻ കഴിയും? പ്ലീസ് ഹിതൻ, അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ. യു ആർ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ നീ നശിപ്പിക്കരുത്. ഈ ചിപ്പ് തെറ്റായ ആൾക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ലോകം തന്നെ നശിപ്പിക്കും. മനസ്സിലായല്ലോ? ബട്ടു, നീ ഒരിക്കലും അവനെ വിടരുത്. ഇന്നത്തോടെ അവന്റെ കഥ തീർക്കണം. മനസ്സിലായല്ലോ? എന്നിട്ട് ആ ചിപ്പ് എത്രയും പെട്ടെന്ന് എനിക്ക് കൊണ്ടുവന്ന് തരണം, പ്ലീസ്. കണ്ടില്ലേ, ഇപ്പൊ രണ്ടാമത്തെ സീൻ കാണുന്നോ? രണ്ടാമത്തെ സീൻ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആ ചിപ്പിനെ കുറ്റി മറക്കുന്നതാ നല്ലത്. അത് എനിക്ക് മാത്രം സ്വന്തമാ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? എനിക്ക് മാത്രം സ്വന്തം, എനിക്ക് മാത്രം. ഏതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരാം. നിങ്ങൾക്ക് പണം എത്ര വേണമെങ്കിലും ചോദിക്കാം. അതിനുശേഷം അത് വാങ്ങിയിട്ട് മിണ്ടാതെ വയ്ക്കണം. സെക്കൻഡ് ഓപ്ഷൻ ഞങ്ങളുടെ കൂടെ ചേരാം. ഓക്കെ ആണോ? ഈ പണത്തെ എടുത്തോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേർന്നുകൊള്ളൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.